പ്രിയയുടെയും ആദിലിന്റെയും വിഷയത്തിൽ ലാലിന്റെ കമന്റ് ആ ഒരു സ്റ്റാൻഡ് അതിനെപ്പറ്റി എന്താ തോന്നിയത്? ഡെഫിനറ്റ്ലി നമ്മൾ കണ്ടില്ലേ ഞാൻ നമ്മളെല്ലാവരും മനുഷ്യർ തുല്യരാണ് അല്ലേ? മനുഷ്യരാവട്ടെ മൃഗങ്ങളാവട്ടെ നമ്മൾ ഒരുമിച്ച് നമ്മൾ ജീവിക്കേണ്ട ഈ സൊസൈറ്റിയിൽ ഒരുമിച്ച് ജീവിക്കേണ്ടതാണ്, ഷെയർ ചെയ്ത് ജീവിക്കേണ്ടതാണ്. അപ്പം അവിടെ ഇങ്ങനൊരു വകത്തിരിവ് എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. അപ്പം നമ്മളെ പോലെ തന്നെയാണ് അവർ നോർമലൈസ് ചെയ്യണമെന്ന് പറയുന്ന കാര്യം. അതിനൊരു നമ്മൾ ആ വ്യക്തി എങ്ങനെയാണെന്ന് മാത്രം നോക്കിയാണ് അല്ലേ? ആ വ്യക്തിയുടെ ക്യാരക്ടർ എന്താണെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാന്നുള്ള കാര്യമാണ്. അല്ലാതെ അവരുടെ സെക്സോ അവരുടെ ജെൻഡർ അതൊന്നും ഒരു വിഷയമല്ല. അതെനിക്ക് അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണ്, അവരുടെ ഫിനാൻഷ്യൽ ഇതെന്താണ്, അതൊന്നും ഒരു വിഷയമേ അല്ല. ആ വ്യക്തി എങ്ങനെയാണെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ഒരാളെ സ്നേഹിക്കാനായിട്ട്. എനിക്ക് ലക്ഷ്മിയുടെ പല കാര്യങ്ങളും ആശയങ്ങളും എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റാത്തതാണ്. അത് പ്രത്യേകിച്ച് ഞാൻ കയറുന്നതിന് മുമ്പേ കുറച്ച് കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടി, എവിഡൻസ് കുറച്ച് കാര്യങ്ങൾ കിട്ടി. അപ്പം കിട്ടിയപ്പോൾ എനിക്കത് എനിക്ക് തുറന്ന് കാണിക്കണം എന്ന് ചില കാര്യങ്ങൾ തോന്നി. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ അത് ഔട്ടായിട്ടുണ്ടാവും, അറിയാമോ? 2018 അതായത് ഒരു ഫേക്ക് കുലസ്ത്രീ കളിക്കുന്നതായിട്ട് എനിക്ക് തോന്നി ലക്ഷ്മി. ബിക്കോസ് അത് തന്നെയാണ് 2008 നമ്മുടെ ലൈഫിൽ നമ്മളെപ്പോഴും പ്രോഗ്രസീവായിട്ടല്ലേ നമ്മൾ ചിന്തിക്കുകയുള്ളൂ. നമ്മൾ വർഷം കഴിയുന്നതോടെ നമ്മൾ പുറകിലോട്ടല്ല പോകുന്നത്, നമ്മൾ മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ കുറച്ചും കൂടി ബ്രോഡ് മൈൻഡഡ് ആയിട്ടാണ് നമ്മൾ ചിന്തിക്കുന്നത്. പലതും അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കും, പലതും മനസ്സിലാക്കും നമ്മളല്ലേ. അപ്പം 2018 ഒരു ഹ്യൂമൻസ് ഓഫ് ബോംബെ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്, LGBT കമ്മ്യൂണിറ്റിയാണ്. അപ്പം അവരെ അക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ളൊരു പോസ്റ്റ്, ഇപ്പം നമ്മൾ ചുമ്മാ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് വിടുന്നതല്ല, ഒരു പോസ്റ്റ് പുള്ളിക്കാരത്തി എഴുതി ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ LGBT-നെ സപ്പോർട്ട് ചെയ്തൊരു ആള് എത്രയും പെട്ടെന്ന് ഒരു ബിഗ് ബോസിലേക്ക് വരുന്നതിന് മുമ്പേ അതപ്പം എന്തുകൊണ്ടാണെന്ന് അത് ജനങ്ങൾ ചിന്തിക്കേണ്ട കാര്യമാണ്. അത് PR ടീമിൻ്റെ ഒരു എന്താ പറയുക, ഒരു സ്ട്രാറ്റജി ആണോ? അങ്ങനെ കഴിഞ്ഞ വർഷം ഒരാൾ മുകളിലേക്ക് കയറി വന്നതുകൊണ്ട് ഇനി അത് പ്രത്യേകിച്ച് ഇവരെല്ലാവരും ഒരു ഗ്യാങ്ങാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അങ്ങനെ അവരൊരു പ്രൊപ്പഗൻഡയായിട്ട് അങ്ങനെ ഒരു ഇത് വന്നതാണോ എന്നുള്ള മാത്രമല്ല, അതുവരെ നിന്ന് കളിച്ച കളിയും ഈ പറഞ്ഞ വ്യക്തികൾ അതിനകത്തേക്ക് പോയി. അതിന് ശേഷമാണ് പുള്ളിക്കാരത്തി, നിങ്ങൾ തന്നെ ചിന്തിച്ച് നോക്കണം, ഒനിൽ എന്ന് പറഞ്ഞ വ്യക്തി ഇതേ സംഭവം എനിക്ക് സംഭവിച്ചാണ് അതിനകത്ത്. അപ്പം ഐ കുഡ് സോ റിലേറ്റ് ടു വാട്ട് എവർ ഒനിൽ വാസ് ടെല്ലിങ്. ബിക്കോസ് അതേ സിറ്റുവേഷനിൽ ഞാൻ നിന്നിട്ടുള്ള ഒരു പ്രാവശ്യം. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ആ ഇഷ്യൂ ഭയങ്കര വലിയ ഇഷ്യൂ ആയതാണ്, പുറത്ത് വനിതാ കമ്മീഷൻ കേസ് എടുത്തതാണ്. അപ്പം ആ ഒരു വീഡിയോ പുറത്ത് ഒനിലിൻ്റെ ഇന്നസെൻസ് തെളിയിക്കാൻ പറ്റിയില്ലായിരുന്നെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എന്താവുമായിരുന്നു. അതായത് ഇതൊരു റിയാലിറ്റി ഷോ ആണ്, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഗെയിമായിട്ട് പോകും, പക്ഷെ നമുക്ക് പുറത്തൊരു ജീവിതം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അത്രയ്ക്ക് അങ്ങനെ പേഴ്സണലായിട്ട് ആരും എടുക്കരുത്. ഗെയിമാണ്, ഒക്കെ ശരിയാണ്, നമുക്ക് കപ്പ് ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഒരാളുടെ ജീവിതം വെച്ചിട്ട് ഒരിക്കലും കളിക്കരുത്. ചെയ്തത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അത് ശരിയാണോ? അതെങ്ങനെ എത്ര പെട്ടെന്ന് മറക്കാൻ പറ്റും? എല്ലാവർക്കും ചെയ്ത് എങ്ങനെ മറക്കാൻ പറ്റും? ഒരു സോറി പറഞ്ഞാൽ തീരുന്ന കാര്യമാണോ അത്? ആണോ? ആ വയസ്സായ അമ്മയും അച്ഛനെ പറ്റി ഒന്ന് ആലോചിച്ചോ? എൻ്റെ സിറ്റുവേഷൻ നടന്നപ്പോഴത്തേക്ക് ആലോചിച്ചായിരുന്നോ? എന്നെ ഡിപ്പെൻഡ് ചെയ്ത് എത്ര പേരാണ് നിൽക്കുന്നത്? അല്ലെങ്കിൽ അതൊക്കെ. പക്ഷെ നമ്മൾ അന്ന് സോറി പറഞ്ഞു, അതങ്ങ് കളഞ്ഞു, തീർത്തു എന്നുണ്ടെങ്കിലും ഇപ്പോഴും ഡീപ്പ് വിത്തിൻ ആ കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. അതിനകത്തുള്ള കുറേ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്, നമുക്ക് പല മെമ്മറീസ് ഉണ്ട്. അത് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ചിലത് നമുക്കത് ട്രോമയായിട്ട് തന്നെ കിടക്കും. അത് ഇപ്പോഴും കിടക്കുന്നുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. പിന്നെ നമ്മൾ മൂവ് ഓൺ ചെയ്യും. ലൈഫ് ഈസ് ലൈക്ക് ദാറ്റ് അല്ലേ? ഞാൻ ആ ബെഡിൽ കിടന്ന് നോക്കിയാണ്, അവിടെ ഒന്നും കണ്ടുകൂടാ. ഒന്നാമത് ഇത്രയും ക്യാമറാസ്, അത് എന്തൊരു വിഡ്ഢിത്തനമാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല.